1 ദിനവൃത്താന്തം അധ്യായം 7. ഇസാഖാറിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ്, ഷിമ്രോൻ ഇങ്ങനെ 4 പേർ. തോലയുടെ പുത്രന്മാർ ഉസ്സി, രഫായാവ്, യെരിയേൽ, യമായി, യിപ്സാം, ഷെമുവേൽ എന്നിവർ അവരുടെ പിതാവായ തോലയുടെ ഭവനത്തിന് തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമശാലികളുമായിരുന്നു. അവരുടെ സംഖ്യ ദാവീദിന്റെ കാലത്ത് 20,600. ഉസ്സിയുടെ പുത്രന്മാർ ഇസ്രഹ്യാവ്, ഇസ്രഹ്യാവിന്റെ പുത്രന്മാർ മീഖായേൽ, ഓബദ്യാവ്, യോവേൽ, യിഷ്യാവ് ഇങ്ങനെ 5 പേർ. ഇവർ എല്ലാവരും തലവന്മാരായിരുന്നു. അവരോടുകൂടെ അവരുടെ വംശാവലി പ്രകാരം കുടുംബം കുടുംബമായി സൈന്യഗണങ്ങളായി 66,000 പേരുണ്ടായിരുന്നു. അവർക്ക് അനേക ഭാര്യമാരും പുത്രന്മാരുമുണ്ടായിരുന്നു. അവരുടെ സഹോദരന്മാരായി ഇസാഖാർ കുലങ്ങളിലൊക്കെയും വംശാവലി പ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികൾ ആകെ 87,000 പേർ. ബെന്യാമീന്യർ ബേല, ബേഖർ, യെദിയയേൽ ഇങ്ങനെ 3 പേർ. ബേലയുടെ പുത്രന്മാർ എസ്ബോൻ, ഉസ്സി, ഉസ്സിയേൽ, യെരീമോത്ത്, ഈരി ഇങ്ങനെ 5 പേർ. തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി വംശാവലി പ്രകാരം എണ്ണപ്പെട്ടവർ 20,034 പേർ. ബേഖരിന്റെ പുത്രന്മാർ സമീര, യോവാഷ്, എലിയേസർ, എല്യോവേനായി, ഒമ്രി, യെരേമോത്ത്, അബിയാവ്, അനാഥോത്ത്, ആലേമെത്ത് ഇവരെല്ലാവരും ബേഖേരിന്റെ പുത്രന്മാർ. വംശാവലി പ്രകാരം തലമുറ തലമുറയായി അവരുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായി എണ്ണപ്പെട്ട പരാക്രമശാലികൾ 20,200 പേർ. യെദിയയേലിന്റെ പുത്രന്മാർ ബിൽഹാൻ, ബിൽഹാന്റെ പുത്രന്മാർ യെവൂഷ്, ബെന്യാമീൻ, ഏഹൂദ്, കെനയന, സേഥാൻ, തർഷീഷ്, അഹിഷാഫർ ഇവരെല്ലാവരും യെദിയയേലിന്റെ പുത്രന്മാർ. പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുവാൻ തക്ക പടച്ചേവകർ 17,200 പേർ. ഈരിന്റെ പുത്രന്മാർ ശുപ്പീം, ഹുപ്പീം. അഹേറിന്റെ പുത്രന്മാർ ഹുഷീം. നഫ്താലിയുടെ പുത്രന്മാർ യസ്സിയേൽ, ഗൂനി, യേസർ, ഷല്ലൂം. ബിൽഹയുടെ പുത്രന്മാർ മനശ്ശെയുടെ പുത്രന്മാർ അവന്റെ വെപ്പാട്ടി അരാമ്യ സ്ത്രീ പ്രസവിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിന്റെ പിതാവായ മാഖീറിനെയും പ്രസവിച്ചു. എന്നാൽ മാഖീർ ഹുപ്പീമിന്റെയും ശുപ്പീമിന്റെയും സഹോദരിയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവരുടെ സഹോദരിയുടെ പേർ മയഖ എന്നായിരുന്നു. രണ്ടാമന്റെ പേർ ഷെലോഫെഹാദ് എന്നായിരുന്നു. ഷെലോഫെഹാദിന് പുത്രിമാർ ഉണ്ടായിരുന്നു. മാഖീറിന്റെ ഭാര്യ മയഖ ഒരു മകനെ പ്രസവിച്ചു. അവന് പേരെഷ് എന്ന് പേർ വിളിച്ചു. അവന്റെ സഹോദരന് ഷേരെഷ് എന്ന് പേർ. അവന്റെ പുത്രന്മാർ ഊലാമും രേഖമുമായിരുന്നു. ഊലാമിന്റെ പുത്രന്മാർ ബദാൻ. ഇവർ മനശ്ശെയുടെ മകനായ മാഖീറിന്റെ മകനായ ഗിലെയാദിന്റെ പുത്രന്മാർ ആയിരുന്നു. അവന്റെ സഹോദരിയായ ഹമ്മോലേക്കത്ത്, ഈഷ്ഹോദ്, അബിയേസർ, മഹ്ള എന്നിവരെ പ്രസവിച്ചു. ഷെമീദയുടെ പുത്രന്മാർ അഹ്യാൻ, ഷേക്കെം, ലിക്കേഹി, അനീയാം. എഫ്രൈമിന്റെ പുത്രന്മാർ ശൂദേലഹ്, അവന്റെ മകൻ ബേരദ്, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ എലാദ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ സബാദ്, അവന്റെ മകൻ ശൂദേലഹ്, ഏസർ, എലാദ. ഇവർ ആ ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അവരുടെ പിതാവായ എഫ്രയീം ഏറിയ നാൾ വിലപിച്ചുകൊണ്ടിരുന്നു. അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. പിന്നെ അവൻ തൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവന് ബെരിയാവ് എന്ന് പേർ വിളിച്ചു. അവൻ്റെ മകൾ ഷേര
അവൾ താഴത്തെയും മേലത്തെയും ബേത്ത്ഹോരോനും ഉസ്സേൻ ഷെയറയും പണിതു. അവൻ്റെ മകൻ രേഫഹും രേഷഫും, അവൻ്റെ മകൻ തേലഹ്, അവൻ്റെ മകൻ തഹൻ, അവൻ്റെ മകൻ ലദാൻ, അവൻ്റെ മകൻ അമീഹൂദ്, അവൻ്റെ മകൻ എലീഷാമ, അവൻ്റെ മകൻ നൂൻ, അവൻ്റെ മകൻ യഹോശുവ. അവരുടെ അവകാശങ്ങളും വാസസ്ഥലങ്ങളും ഏവയെന്നാൽ ബഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, കിഴക്കോട്ട് നയരാനും പടിഞ്ഞാറോട്ട് ഗേസരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, ഗസ്സയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും വരെയുള്ള ശേഖേമും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, മനശ്ശെയരുടെ ദേശത്തിനരികെ ബേത്ത്ശെയാനും അതിൻ്റെ ഗ്രാമങ്ങളും, താനാക്കും അതിൻ്റെ ഗ്രാമങ്ങളും, മെഗിദ്ദോവും അതിൻ്റെ ഗ്രാമങ്ങളും, ദോരും അതിൻ്റെ ഗ്രാമങ്ങളും. അവയിൽ ഇസ്രായേലിൻ്റെ മകനായ യോസേഫിൻ്റെ പുത്രന്മാർ പാർത്തു. ആശേരിൻ്റെ പുത്രന്മാർ യിമ്ന, ഇശ്വ, ഇഷ്വി, ബെരിയാവ്. ഇവരുടെ സഹോദരി സേരഹ്. ബെരിയാവിൻ്റെ പുത്രന്മാർ ഹേബർ, ബിർസയീത്തിൻ്റെ അപ്പനായ മൽക്കിയേൽ. ഹേബർ യഫ്ലേത്തിനെയും ഷേമേരിനെയും ഹോദാമിനെയും അവരുടെ സഹോദരിയായ ശൂവയെയും ജനിപ്പിച്ചു. യഫ്ലേത്തിൻ്റെ പുത്രന്മാർ പാസാക്ക്, ബിംഹാൽ, അശ്വാത്ത്. ഇവർ യഫ്ലേത്തിൻ്റെ പുത്രന്മാർ. ഷേമേരിൻ്റെ പുത്രന്മാർ അഹി, രൊഹ്ഗ, യഹൂബ, അരാം. അവൻ്റെ സഹോദരനായ ഹേലേമിൻ്റെ പുത്രന്മാർ സോഫഹ്, യിമ്ന, ഷേലെഷ്, ആമാൽ. സോഫഹിൻ്റെ പുത്രന്മാർ സൂഹ, ഹർനേഫർ, ഷൂവാൽ, ബേരി, യിമ്ര, പേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, യിത്രാൻ, ബെയേര. യേതെരിൻ്റെ പുത്രന്മാർ യെഫുന്നെ, പിസ്പ, അര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, റിസ്യ. ഇവർ എല്ലാവരും ആശേരിൻ്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും പരാക്രമശാലികളും പ്രഭുക്കന്മാരിൽ പ്രധാനികളുമായിരുന്നു. വംശാവലി പ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തന്മാരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ 26,000 തന്നെ. ഒന്ന് ദിനവൃത്താന്തം അധ്യായം 8. ബെന്യാമീൻ ആദ്യജാതനായ ബേലയെയും രണ്ടാമനായ അശ്ബേലിനെയും മൂന്നാമനായ അഹൂഹിനെയും നാലാമനായ നോഹയെയും അഞ്ചാമനായ രഫായെയും ജനിപ്പിച്ചു. ബേലയുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബീഹൂദ്, അബീഷുവ, നയമാൻ, അഹോഹ്, ഗേര, ഷെഫൂഫാൻ, ഹൂരാം. ഏഹൂദിൻ്റെ പുത്രന്മാരോ അവർ ഗേബ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാർ. അവർ അവരെ മാനഹത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. നയമാൻ, അഹിയാവ്, ഗേര എന്നിവരെ തന്നെ അവൻ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ അവൻ ഹുസയെയും അഹിഹൂദിനെയും ജനിപ്പിച്ചു. ഷഹരയീം തൻ്റെ ഭാര്യമാരായ ഹുഷീമിനെയും ബയരയെയും ഉപേക്ഷിച്ച ശേഷം മോവാബ് ദേശത്ത് പുത്രന്മാരെ ജനിപ്പിച്ചു. അവൻ തൻ്റെ ഭാര്യയായ ഹോദേശിൽ യോവാബ്, സിബ്യാവ്, മേശ, മൽക്കാം, യവൂസ്, സാഖ്യാവ്, മിർമ എന്നിവരെ ജനിപ്പിച്ചു. ഇവർ അവൻ്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു. ഹൂഷീമിൽ അവൻ അബീത്തൂബിനെയും എൽപ്പയലിനെയും ജനിപ്പിച്ചു. എൽപ്പയലിൻ്റെ പുത്രന്മാർ ഏബർ, മിഷാം, ഷേമർ. ഇവൻ ഓനോവും ലോതും അതിനോട് ചേർന്ന പട്ടണങ്ങളും പണിതു. ബെരിയാവ്, ഷേമ ഇവർ അയ്യാലോൻ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു. ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹ്യോ, ശാശക്, യെരോമോത്ത്, സെബദ്യാവ്, അരാദ്, ഏദർ, മിഖായേൽ, ഇഷ്പ, യോഹ എന്നിവർ പെരിയാവിൻ്റെ പുത്രന്മാർ. സെബദ്യാവ്, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മെരായി, ഇസ്ലിയാവ്, യോവാബ് എന്നിവർ. എൽപ്പയലിൻ്റെ പുത്രന്മാർ യാഖീം, സിക്രി, സബ്ദി, എലിയേനായ്, സില്ലെഥായ്, എലിയേൽ,
അഥായാവ്, ബെരായാവ്, ഷിമ്രാത്ത് എന്നിവർ ഷിമിയുടെ പുത്രന്മാർ. യിഷ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനന്യാവ്, ഏലാം, അൻധോദ്യാവ്, യിഫ്തേയ, പെനൂവേൽ എന്നിവർ ശാശക്കിൻ്റെ പുത്രന്മാർ. ശംശെരായി, ഷെഹര്യാവ്, അഥല്യാവ്, യാരശ്യാവ്, എലീയാവ്, സിക്രി എന്നിവർ യെരോഹാമിൻ്റെ പുത്രന്മാർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പ്രധാനികളുമായിരുന്നു. അവർ യെരുശലേമിൽ പാർത്തിരുന്നു. ഗിബെയോനിൽ ഗിബെയോന്റെ പിതാവായ യയീയേലും അവൻ്റെ ഭാര്യയ്ക്ക് മയഖ എന്നു പേർ. അവൻ്റെ ആദ്യജാതൻ അബ്ദോൻ, സൂർ, കീഷ്, ബാൽ, നാദാബ്, ഗെദോർ, അഹ്യോ, സേഖർ എന്നിവരും പാർത്തു. മിക്ലോത്ത് ഷിമെയിയെ ജനിപ്പിച്ചു. ഇവരും തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ യെരുശലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു. നേർ കീഷിനെ ജനിപ്പിച്ചു. കീഷ് ഷൗലിനെ ജനിപ്പിച്ചു. ഷൗൽ യോനാഥാനെയും മൽക്കിഷൂവയെയും അബീനാദാബിനെയും ഇഷ്ബാലിനെയും ജനിപ്പിച്ചു. യോനാഥാന്റെ മകൻ മെരീബാൽ. മെരീബാൽ മീഖയെ ജനിപ്പിച്ചു. മീഖയുടെ പുത്രന്മാർ പീതോൻ, മേലക്ക്, തരയ്യ, ആഹാസ്. ആഹാസ് യഹോവദയെ ജനിപ്പിച്ചു. യഹോവദ അലേമേത്ത്, അസ്മാവെത്ത്, സിമ്രി എന്നിവരെ ജനിപ്പിച്ചു. സിമ്രി മോസയെ ജനിപ്പിച്ചു. മോസ ബിനയെ ജനിപ്പിച്ചു. അവൻ്റെ മകൻ റാഫ, അവൻ്റെ മകൻ ഏലാസ, അവൻ്റെ മകൻ ആസേൽ. ആസേലിന് 6 പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ പേരുകളാവിത്: അസ്രീഖാം, ബൊക്രൂം, ഇഷ്മയേൽ, ശെരിയാവ്, ഓബദ്യാവ്, ഹാനാൻ. ഇവർ എല്ലാവരും ആസേലിൻ്റെ പുത്രന്മാർ. അവൻ്റെ സഹോദരനായ ഏഷക്കിൻ്റെ പുത്രന്മാർ. അവൻ്റെ ആദ്യജാതൻ ഊലാം, രണ്ടാമൻ യവൂഷ്, മൂന്നാമൻ എലീഫേലെത്ത്. ഊലാമിൻ്റെ പുത്രന്മാർ പരാക്രമശാലികളും വില്ലാളികളുമായിരുന്നു. അവർക്ക് അനേകം പുത്രന്മാരും പൗത്രന്മാരുമുണ്ടായിരുന്നു. അവരുടെ സംഖ്യ 150. ഇവരെല്ലാവരും ബെന്യാമീന്യ സന്തതികൾ.